ഷെഡ് എ, ഷെഡ് ബി, ഷെഡ് സി, ഷെഡ് ഡി. മതി. Hi guys, welcome back to my channel. എന്താ ഞാനിപ്പോൾ കണ്ടേ? എന്നാ ഒരു എനർജി അല്ലേ അവന് മാത്രമല്ല എനർജി. ഈയിടെയായിട്ട് കേരളത്തിലെ ചില ബസ്സുകളിൽ ഇതുപോലത്തെ എനർജിയൊക്കെ കണ്ടുവരുന്നുണ്ട്. കിളവന് ചില്ലറ കഴപ്പൊന്നുമല്ല. കിളവന്റെ കഴപ്പ് ഇപ്പൊ തീർത്തു കൊടുക്കും. നിനക്ക് കാണോ? തെളിവെടുത്ത് വെച്ചിട്ടാണ് ഞാൻ എടുക്കണേ സംസാരിക്കുന്നത്. അച്ഛന്റെ പ്രായമായി പോയി കേട്ടോ. ഇത്രയും മുന്നേ ഒതുക്കിക്കോ. ഞാൻ പറഞ്ഞേക്കാം, സൈക്കിളിൽ ഒരു പരിധി കൊണ്ടാ. നീ കേക്ക് കെട്ടി എവിടെ കേട്ടു? നീ തുണി അയച്ചാണോ നിനക്ക്? അയച്ചെടുക്കില്ല നിനക്ക്. ചേട്ടന് പിന്നെ ഒരു ശ്രദ്ധിച്ചില്ലേ? ഞങ്ങളെ ശ്രദ്ധിച്ചില്ലേ കേട്ടോ? ഏത് പബ്ലിക് ഫോം ആയാലും ഒരു സംസാരിക്കും സംസാരിക്കണമെങ്കിൽ പെണ്ണുങ്ങൾ വെറും ഊച്ചാലികളായി പോകും കേട്ടോടാ. നീ എന്താ വിചാരിച്ചേ? വെറുതെ വീട്ടിൽ അഴിച്ചു വിട്ടേക്കുവാണെന്നോ? തന്റെ ഉണ്ടായിട്ടല്ലേ എഴുത്താദ്യം പോണത്? വൈകുന്നേരം പരിധിയുണ്ട്. കുറെ നേരായി വെക്കാനായിട്ട്. തെറ്റാണോ? ഒരാളുടെ അനുവാദമില്ലാതെ അവരുടെ മേത്ത് കയറി പിടിക്കാൻ പാടില്ല എന്ന് മനസ്സിലായില്ലേ? നിന്റെ അമ്മയ്ക്കുണ്ടോ? മെറ്റുണ്ടോ നിന്റെ അമ്മയ്ക്ക്? അതിന്റെ ഭാര്യക്കുണ്ടല്ലോ. നീ ഉറക്കെ കെട്ടി വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ. ഉണ്ടാവും ചെല്ല്. ഇതിനേക്കാൾ കോമഡി എന്ന് പറയുമോ? കോമഡി അല്ല, പത്തറ്റിക് സിറ്റുവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ആദ്യം ആ വീഡിയോ എടുക്കാൻ വേണ്ടി നീ നിന്ന് കൊടുത്തില്ലേ എന്നുള്ള കമൻസൊക്കെ നമുക്കിതിൽ കാണാം. ഒന്ന് ആലോചിച്ച് നോക്കണേ, ആൾക്കാരുടെ ആ ഒരു ചിന്താഗതി പോണ പോക്കേ. അവള് നിന്ന് കൊടുത്തു എന്നു, പിന്നെ തെളിവിന് നിന്റെ തന്തേനെ പിടിച്ചു കൊടുക്കുവോ? ഗോവിന്ദച്ചാമിയുടെ കേസ് വന്നപ്പോൾ അവൻ ഒരു കൈയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു കൈ ഉള്ളവൻ എങ്ങനെയാണ് ബലാത്സംഗം ചെയ്തു എന്നാണ് ചിലവരുടെയൊക്കെ ചോദ്യം. അതായത് അവള് നിന്ന് കൊടുത്തിട്ടാണ് അതൊക്കെ സംഭവിച്ചത് എന്നാണ് ചിലവന്മാരുടെ കമന്റ്. ഒന്നാമത്തെ കാര്യം, എല്ലാ പെൺകുട്ടികളും മാർഷൽ ആർട്സും കരാട്ടയും കളരിപ്പയറ്റും പഠിച്ചിട്ടല്ല പുറത്തേക്ക് ഇറങ്ങുന്നത്. അതിനാരും വിടാറില്ല എന്നുള്ള വാസ്തവം. നീ ഇപ്പം പഠിക്കാൻ വിട്ടാൽ പോലും പഠിപ്പിക്കുന്നവന്മാരും ചിലവന്മാരും കണക്കാണ്. അപ്പം അങ്ങനെ അല്ലേ, പലർക്കും അത് അനുഭവമുള്ളവരുണ്ടാവും. അപ്പം സ്വാഭാവികമായിട്ട് ആണുങ്ങൾക്ക് അത്യാവശ്യം ബലം ഉണ്ടാവും. സ്വാഭാവികമായിട്ട് അപ്പോൾ പുരുഷന്മാർക്ക് അത്യാവശ്യം ഒരു ബലം ഉണ്ടാകും. അപ്പോൾ രണ്ട് കുലുക്കുമ്പോൾ തന്നെ പെണ്ണുങ്ങളുടെ ഉള്ള ശക്തി മൊത്തം തീർന്നു. പിന്നെ അവർക്ക് കിടക്കണോ എഴുന്നേക്കണോ ചാവണോ ആ ഒരു അവസ്ഥയായി പോകും. കമന്റ് സെക്ഷനിൽ ചില വാണങ്ങളിലേക്ക് ഉപമ കാണണം. ഈ സൂചിയും നൂലും കൂടി ഒരുമിച്ച് നിന്നാലേ കോർക്കാൻ പറ്റുള്ളൂ. അതായത് സൂചി അനങ്ങാണ്ട് നിന്നാലേ നൂലിൽ കയറുള്ളൂ എന്ന്. ഈ സൂചിനെ ആരാണ് പിടിച്ചു നിർത്തുന്നത് എന്നുള്ളത് ഇവന്മാർക്ക് ബാധകമല്ല. നാണമാവുന്നില്ല ഈ മാതിരി. ഇത് ഇച്ചിരി ഒരു പവറായിട്ടുണ്ട്. ഇതുപോലെ പ്രതികരിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതാണ്. പറ്റുമെങ്കിൽ ഇതുപോലെ തന്നെ എങ്ങനെയാണോ ഈ പെൺകുട്ടി പ്രതികരിച്ചത് വീഡിയോ എടുക്കേണ്ട തെളിവായി കൊടുക്കേണ്ട നല്ലവരെ കൊടുക്കുകയും ചെയ്തു. അവന് മിണ്ടാട്ടവും മുട്ടി. ഇതുപോലെ നിങ്ങളും പ്രതികരിക്കുക. ഇപ്പം കുറച്ച് കുറവുണ്ടെന്ന് തോന്നണല്ലേ, കുറഞ്ഞു വരുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ആ സവാദിൻ്റെ ഇഷ്യൂസൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാ പെൺകുട്ടികൾക്കും ധൈര്യം ഇല്ലാത്ത പെൺകുട്ടികൾക്കും ഇതൊക്കെ ഒരു ധൈര്യമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്കടുത്ത നിങ്ങളല്ലേ പറഞ്ഞത് എന്റെ മുടി ബിഗ് ആണെന്ന്? ഇപ്പൊ കണ്ടില്ലേ, ഒറിജിനൽ മുടി തെളിഞ്ഞില്ലേ? തള്ളേ കൊറേ ആയി സഹിക്കുന്നു. എന്തോന്നടേ ഇത്? ഇപ്പൊ കണ്ടില്ലേ ഒറിജിനൽ മുടി? ഇതിനൊക്കെ ഒന്ന് പിടിച്ചോണ്ട് പോണോ ഇതിനെയൊക്കെ ആരെങ്കിലും? ചേട്ടായി എവിടെയായിരുന്നു മക്കളെ? ഇപ്പൊ തൊട്ട് വിളിക്കുക, ഫോൺ സ്വിച്ച് ഓഫ് എന്ന് പറയാണല്ലോ. സ്വിച്ച് ഓഫ് ആക്കി വെച്ചതാ. ചാർജ് ഇല്ലായിരുന്നു. അതെങ്ങനെയാ പബ്ജി സഹിക്കാൻ പറ്റില്ല. ഇത് കഴിഞ്ഞില്ലേ ഇത്? ശരിക്കും പണ്ടത്തെ ആണ്. ഇത് വീണ്ടും വീണ്ടും കറങ്ങി വരാറ്. അത് വിടടാ. അത്
ഇത് കഴിഞ്ഞ് ഏട്ടായി കാന്താരിയൊക്കെ മാറിയത് ഇപ്പം ഇച്ചിരി അല്ലേ ഇപ്പം ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും ചെയ്യണമെന്ന് തോന്നുന്നു. വെറുതെ എന്തിനാ ഇങ്ങനെ ശേ എന്നാലും കേൾക്കുമ്പോൾ നോക്കി ഇങ്ങനെ ഒരു തിളച്ചെണ്ണ ഒരു മേത്തേക്ക് ഒഴിക്കാൻ തോന്നുന്നു. എന്താ കിടക്കണേ? ഉറക്കം വന്നിട്ട് വെറുതെ കിടക്കുന്നതോ? അതിനാ വെറുതെ കിടക്കുന്നത്? തൊലി ഉരിയണം എൻ്റെ. ആ വെറുതെ കിടക്കണ്ട, എണീറ്റേ എണീറ്റേ എണീറ്റേ. എൻ്റെ തൊലി ഉരിയുന്നു. ആ എണീറ്റിരിക്കേ, ആ എണീറ്റിരിക്കേ. എങ്ങനെയുണ്ട് മേക്കപ്പോ? ഞാൻ ടിക്ടോക്ക് ചെയ്യാൻ പോവുകയാണ്. രണ്ട് വേറെ പണിയൊന്നുമില്ലെന്ന് നമുക്കറിയാം. എന്നാ ഞാൻ ചെയ്യും. പോ കൊച്ചേ. പിന്നെ ചേട്ടായി, അയ്യോ തൂറ്റായി ചേട്ടായി സോപ്പിംഗ് അല്ല, ഒരു കാര്യം പറയട്ടെ. ഇതൊക്കെ ആരാടാ ചോദിക്കണത്? പറയട്ടെ. വേണ്ട. ആ ഞാൻ ഇന്നലെ ഉണ്ടല്ലോ ചേട്ടായിന് സ്വപ്നം കണ്ടു. അത് പറയില്ല. അതെന്നാന്നറിയോ? സ്വപ്നം കണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫലിക്കത്തില്ല. സഹിക്കണ ഒരു പരിധിയില്ലേ? ഇത് ഹൈലൈറ്റ് സാധനം കേട്ടോ. എത്ര കേട്ടാലും നമുക്ക് ഒരു ലോഡ് ചിരിക്കാനുണ്ട്. ഒരു ഭാഗത്ത് കലിപ്പന്റെ കാന്താരി, മറുഭാഗത്ത് കലിപ്പന എടുത്തിട്ട് ഊക്കുന്ന പെൺകുട്ടികൾ. ഞാൻ എങ്ങനെ ഈ അവസ്ഥയിൽ എത്തുന്നില്ല നിങ്ങൾ ആലോചിക്കുന്നത്? പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം എൻ്റെ പ്രൈവറ്റ് അക്കൗണ്ടിൽ എനിക്കൊരു മെസ്സേജ് വന്നു, ഫേക്ക് അക്കൗണ്ടിൽ നിന്ന്. എൻ്റെ ഒരു ന്യൂഡ് വീഡിയോ ആളുടെ ഫ്രണ്ട് എടുത്തത് ആൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ആളുടെ ഫ്രണ്ട് ഞാനും കൂടെ ഉള്ള ഒരു ഇൻറ്റിമേറ്റ് മൊമെന്റിൽ ഞാൻ അറിയാതെ എടുത്ത വീഡിയോ ആണ്, എൻ്റെ തന്നെയാണെന്ന് ആൾ ഉറപ്പിച്ച് പറയുക. ഞാനൊരു 100 തവണ പറഞ്ഞത് ഞാനല്ല എന്ന്. അങ്ങനെ എൻ്റെ വീഡിയോ വരാൻ ഒരു വഴിയില്ലാന്ന് ഞാൻ പറഞ്ഞു. ബട്ട് ആൾ പറയുക അത് ഞാൻ തന്നെയാണെന്ന്. അപ്പോൾ അത്ര റിയലിസ്റ്റിക് ആയിട്ടുള്ള മോസ്റ്റ് വീഡിയോ ആണെങ്കിൽ അത് അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആളുടെ അടുത്ത് ഇത് അയച്ച ആളുടെ പേരും അതുപോലെ തന്നെ ആ വീഡിയോയും കാണിച്ചു തരാൻ പറഞ്ഞിട്ടും ആൾ തന്നില്ല. ലീഗലി പൊക്കോളാം എന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു എന്നാൽ ഞാൻ എൻ്റെ വീട്ടുകാർക്കൊക്കെ ഈ വീഡിയോ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ സ്റ്റേഷനിൽ പോയി ഞാൻ എൻ്റെ ഫ്രണ്ടോട് കംപ്ലൈൻറ്റ് കൊടുത്ത് എൻ്റെ ഫ്രണ്ടാണ് പിന്നെ ഇവനായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനൊരു വീഡിയോ ഇല്ല, ഇങ്ങനൊരു ഫ്രണ്ട് ഇല്ല, ഒന്നുമില്ല. ആള് എന്നോട് സംസാരിക്കാനും എന്നെ വീഡിയോ കോൾ ചെയ്ത് കാണാനും വേണ്ടിയിട്ട് എന്നെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആള് വെറുതെ പറഞ്ഞൊരു കാര്യമാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ദിവസം പോയി കിട്ടി. പക്ഷെ ഞാൻ ആലോചിച്ച വേറൊരു കാര്യം, എനിക്കിങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ എൻ്റെ കൂടെ നിൽക്കാൻ എൻ്റെ പാരൻസ് ഉണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇത്ര പ്രിവിലേജ് അല്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെ വരുമ്പോൾ ചില വീട്ടിലൊക്കെ സ്വന്തം പേരൻസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെകിട്ടത്തടി കിട്ടും, എന്നിട്ട് അവരുടെ ഫോൺ മേടിച്ച് വെക്കും. എന്തൊക്കെയല്ലേ ഞാൻ പറഞ്ഞു വരാനായില്ല, എല്ലാവരും പ്രതികരിച്ചു തുടങ്ങിയില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം പ്രതികരിക്കുക. ഒരു രീതിയിൽ പോലും നിങ്ങൾ വിചാരിക്കരുത് കേസൊക്കെ ആയിട്ട് പോയി വള്ളിയല്ലേ, ഒരിക്കലും ഇല്ല. ഇതുപോലത്തെ അവസ്ഥ കൊണ്ടാണെങ്കിൽ ഒരു രീതിയിൽ പോലും മാറി ചിന്തിക്കുക, അപ്പം തന്നെ റിയാക്ട് ചെയ്യണം. അപ്പോൾ ഈ ഫേക്ക് കോളുകളുടെയൊക്കെ സൂക്കേട് ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ പ്രതികരിക്കുക. എന്റെ കലണ്ടർ എവിടെ? ഏത് വർഷം? 2025 അല്ലേ? ഇത് ഏത് ജില്ല? ഇത് കഴിഞ്ഞില്ലേ ഈ പരിപാടി? ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് എവിടെയൊക്കെ മിന്നി നിപ്പുണ്ട് ഇതുപോലത്തെ കുറെ എണ്ണങ്ങള്. മകനെ മടങ്ങി വരൂ മകനെ. ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ പുലിപ്പല്ലിൻ്റെ ഇതിലൊക്കെ അല്ലേ ഇപ്പോൾ കേസ് എടുത്തത്. ഞാനും പുലിപ്പല്ലാണ് കേസ് ഇട്ടേക്കുന്നത്. ഞാൻ വേടൻ്റെ ഒരു കട്ട ഫാൻ. അപ്പം ഇപ്പോൾ പുഴുപ്പല്ല് എനിക്കുണ്ടായിരുന്നു ബ്രോ. പുഴുപ്പല്ല് എന്തായാലും അത് ഗിഫ്റ്റ് കൊടുത്തതാണ് അവന്. ഗിഫ്റ്റ് കൊടുത്തതാണ്. എടാ നീ മറ്റേ ബീപ്പിന്റെ ആളാണോ? ഗിഫ്റ്റ് കൊടുത്തതാണ്. അപ്പൊ ഈ ചോറിന് ബീപ്പാണ് കറി. ഇപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം മോഹൻലാലിന്റെ വീട്ടിൽ തന്നെ 2 കൊമ്പ് ഇരിക്കുന്നുണ്ട്, ആനയുടെ കൊമ്പ്. പിന്നെ അതാണക്ക് ലാലേട്ടനെ വരെ ചോദ്യം ചെയ്യാൻ കാണിച്ചാൽ നിന്റെ മനസ്സ്. എന്താ പറയുക, സിരോസ്കോപ്പിയാണെങ്കിൽ പുള്ളിക്കാരൻ്റെ സിരോസ്കോപ്പോ? സിരോസ്കോപ്പിയാണെങ്കിൽ സുരേഷ് ഗോപിയാണോടാ? സിരോസ്കോപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. 2 മാല ഉണ്ടാക്കി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. പുലിയുടെ ഈ പല്ലിന്റെ 2 മാല ഉണ്ടെന്ന് പറഞ്ഞു, പുലിക്കൊമ്പിന്റെ. അതാണ് എന്താ പറയാ, ഈ പുള്ളിക്കാരൻ്റെ ഉണ്ടെന്ന് പറയുന്നു, ഈ ജയറാമിൻ്റെ ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ അവരൊക്കെ പിന്നെ എന്ത് ഈ പോലീസുകാരെ അവനെ പിടിക്കാത്ത, അവര് അത്ര പൈസയുടെ ആസ്തികളുണ്ടാകും. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമേ ഉള്ളൂ. അടുത്ത പാട്ട് പറയട്ടെ. വലിയ കുഴപ്പമില്ല അല്ലേ? വലിയ കുഴപ്പമില്ലാണ്ട് പാടുന്നുണ്ട്. ബാക്കി പാട്.
പാട്ട് കുറച്ച് മുന്നിലായിപ്പോയി, പുറകെ വരുന്നുണ്ടല്ലോ അല്ലേ? എത്തണില്ല, കുറച്ചുകൂടി എത്താനുണ്ട്. പിച്ചൊക്കെ മാറ്റി പാടുന്ന ഇത് എത്തണ ലക്ഷണം ഇല്ല. എന്നാണെങ്കിലും അങ്ങനെ അങ്ങോട്ട് കളിയാക്കാനായിട്ട്, തീർത്ത് കളിയാക്കാൻ മാത്രമായിട്ട് ഒന്നും ഇല്ല. എന്നാലും കുഴപ്പമില്ല. എങ്കിലും പാട്ടൊരു വഴിക്ക്, ആളൊരു വഴിക്ക്. ഞാൻ നമ്മുടെ സമൂഹത്തിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞ എല്ലാ കാര്യങ്ങളൊക്കെ അറിഞ്ഞതല്ലേ. അപ്പം പിന്നെ അത് മുടങ്ങിയാലും ആ കുട്ടിക്ക് പിന്നെയും പേരുദോഷം ഉണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെ നടത്താമെന്ന് തന്നെ വിചാരിച്ചു. നിശ്ചയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മനസ്സിലായി ഇവന് അത്ര വെടിപ്പല്ലെന്ന്. അന്ന് പിന്നെ അങ്ങനെ കല്യാണമൊക്കെ നടത്തി. 2014 ആർപ്പാടമായിട്ട് കല്യാണമൊക്കെ നടത്തി. നല്ല രീതിയിൽ ആർപ്പാടായിട്ട് കല്യാണം നടത്തി, കയ്യിലുള്ള പൈസ മൊത്തം നശിപ്പിച്ച്, എന്നിട്ട് കുടുംബത്തിൽ നിന്ന് വന്നവരുടെ തിരിച്ച് മേടിക്കാനുള്ള പരിപാടിയാണ്. ഞാൻ പണ്ട് കുറേ കല്യാണത്തിനൊക്കെ പോയി ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതുപോലെ തന്നെ തിരിച്ചു വേണം. ഇതാണ് എല്ലാവരുടെയും മനസ്സിലിരിപ്പ്. എന്തൊരാൾക്കാരാന്നറിയിക്കണേ. അന്ന് കല്യാണ പന്തലിൽ ഇവൻ മദ്യപിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ അത് അന്വേഷിച്ചപ്പോൾ അന്നേരം നമ്മൾ അറിയുന്നില്ല. ഞാൻ അന്ന് അന്വേഷിച്ചപ്പോൾ ഇവർ വരനും കൂട്ടരും അവിടെ ബാറിലൂടെ കയറിയിട്ടാണ് വന്നത്. ബാറിലും കൊണ്ട് പോയി കഴിച്ചിട്ടാണ് വന്നത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായി ഇവന്റെ മുഖം. കല്യാണ മണ്ഡപത്തിലേക്ക് വെള്ളം അടിച്ചിട്ട് വന്നേക്കുന്നു. കതിർ മണ്ഡപത്തിൽ ഇരിക്കുമ്പോൾ മദ്യപിച്ചിട്ടായിരിക്കും. അവന്റെ ജ്യേഷ്ഠനുണ്ടായിരുന്നു, അയാൾ നല്ലപോലെ മദ്യപിച്ചിട്ടാണ് നിൽക്കുന്നത്, ഞാൻ കണ്ടു. നമ്മൾ വിചാരിക്കും ഈ പുള്ളി ഇപ്പം കല്യാണം മുടക്കി മകളെ സേഫ് ആക്കിയെന്ന്. ബാക്കി നമ്മുടെ സമൂഹത്തിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞ എല്ലാ കാര്യങ്ങളൊക്കെ അറിഞ്ഞതല്ലേ. അപ്പം പിന്നെ അത് മുടങ്ങിയാലും ആ കുട്ടിക്ക് പിന്നെയും പേരുദോഷം ഉണ്ടാവും, എൻ്റെ മകൾക്ക്. അതുകൊണ്ട് ഇങ്ങനെ നടത്താമെന്ന് തന്നെ വിചാരിച്ചു. ലിംഗശാപം. കറണ്ടും പോയി. ഈ മെനോട്ടന്മാരൊക്കെ റിയാക്ട് ചെയ്താലുള്ള കുഴപ്പം ഇതാ. ശരിക്കും പറയുന്നത് നമ്മുടെ മതസൗഹാർദ്ദ ബുക്കിൽ ആഡ് ചെയ്യേണ്ട ഒരു സാധനമായിരുന്നു അല്ലേ? അച്ചാച്ചൻ വന്നു, അനുഗ്രഹിച്ചു. എവിടെ അച്ചാച്ചൻ? ഈ കാക്കയോ? ഇത് നിന്റെ അച്ചാച്ചനായിരുന്നു. ഉണ്ട് ഇന്നലെ എന്റെ തല. ഇതിപ്പോ മതസൗഹാർദ്ദ ബുക്കിലേക്ക് പോകുന്നുണ്ടോ എന്നൊരു സംശയം. മതസൗഹാർദ്ദ ബുക്ക് എന്റെ പൊന്ന. മതസൗഹാർദ്ദ ബുക്ക് റിയാക്ട് ചെയ്യുമ്പോൾ ഇഷ്ടം പോലെ കണ്ടിട്ടാണ് ബാക്കി ഇരിക്കുന്നത്. എന്ന് റിയാക്ട് ചെയ്ത് തീർക്കാനാണ്? ചൂടടിക്കണം. കറണ്ട് പോയി. ഓക്കെ, അപ്പൊ നമുക്ക് കറണ്ട് വന്നിട്ട് ബാക്കി ചെയ്യാം. വീണ്ടും ഞാൻ തിരികെയാണ്. 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് ഈ കറണ്ട് ഒന്ന് വന്നത്. അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ചുമ്മാ ഇരുന്ന് വീഡിയോയിലാണ് എൻ്റെ പരിപാടി എന്ന് പറയുന്നവരോട് ഇത്രയൊക്കെ നമുക്ക് പറയാനുള്ളൂ. വീട്ടിലേക്ക് ഈ വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ പ്രശ്നമാണോ? ആലോചിച്ച് നോക്കിയാ മമ്മു, അവരെല്ലാരും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്താടാ? നീ എന്താണ് അവിടെ പോയി പറഞ്ഞത്? നശിപ്പിച്ചില്ലടാ നീ. ഈ സംഭവത്തെ പറ്റി എന്തിനാണ് പ്രത്യേകിച്ച് സംസാരിച്ച സമയങ്ങളെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആ വ്യക്തി മാപ്പ് പറഞ്ഞു കഴിഞ്ഞു. എല്ലാവർക്കും പറ്റുന്ന തെറ്റുകളാണ്. മാപ്പ് പറയാൻ വേണ്ടി കാത്തിരിക്കുക, മാപ്പ് പറയുമോ എന്ന് നോക്കുക. അതില്ല എന്നുണ്ടെങ്കിൽ മാത്രം റിയാക്ട് ചെയ്യുക എന്നുള്ളൊരു പോളിസിയാണ് എനിക്ക് ഇപ്പോൾ ഇതുവരെ ഉള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് തോന്നുന്നത്. കാരണം എല്ലാവർക്കും, എനിക്ക് ഉൾപ്പെടെ അബദ്ധങ്ങളൊക്കെ ഒരുപാട് പറ്റിയിട്ടുണ്ട്. സോ അങ്ങനെ കണ്ടാൽ മതിയെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ലാണ്ട് തൊട്ടതിനും വേണ്ടി ഒരു വീഡിയോ വരാൻ വേണ്ടി നിൽക്കുകയാണ് കുറേ എണ്ണങ്ങളൊക്കെ റിയാക്ട് ചെയ്യാനായിട്ട്. ഈ പറയുന്ന തൊപ്പ് തന്നെ പണ്ടൊക്കെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയെന്ന് നമുക്ക് തന്നെ അറിയാം. ഈ ഞാൻ തന്നെ പണ്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടിയെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ അവർ മാപ്പ് പറയാൻ മനസ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക, പിന്നെ അത് വീണ്ടും കുത്തിപ്പൊക്കുക. ഗൗരവമായിട്ടുള്ള വിഷയമായിരുന്നു, പക്ഷേ അതെല്ലാവരും നല്ല രീതിയിൽ പ്രതികരിച്ചു. അത് എല്ലാവർക്കും മനസ്സിലായി. ഇനിയിപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുപോലെയൊക്കെ പ്രതികരിച്ചത് അങ്ങോട്ട് സോൾവ് ആക്കി വിട്ടാൽ മതി. അതിങ്ങനെ കുത്തിപ്പിടിച്ചു അതങ്ങനെ ആ പെണ്ണിനെ ഇട്ട് ഇങ്ങനെ ഇപ്പോഴും തെറി പറഞ്ഞുകൊണ്ടിരിക്കുക പറയണങ്ങൾ. എന്തോന്നടയത്? ചുമ്മാ ഒരു മയമൊക്കെ വേണ്ടേ? എല്ലാവരും വലിയ മാന്യന്മാരെ പോരാ. ഇവന്റെ ചാനൽ എന്തായാലും നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അത് അല്ല, അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാം കൂടി എന്തുവാ കാണിക്കുന്നത്? എല്ലാവരും ഭയങ്കര മാന്യന്മാരാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. ഞാനീ പ്രായം കഴിഞ്ഞിട്ട് വന്നാ പോലെ ഒരാൾ മാപ്പ് പറഞ്ഞാൽ അത് കഴിഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു മാപ്പ് പറയുമ്പോൾ നമുക്കറിയാം ഒരാൾ മനസ്സ് തുറന്ന് അയാളുടെ ബുദ്ധിമുട്ട് പറയുമ്പോൾ. സോറി വെറുതെ പറഞ്ഞാൽ തീരത്തില്ല, അത് ഉള്ളിൽ തട്ടി പറയുക എന്നുള്ളതാണ് ശരിക്കും. അതെന്നതാ കാണിച്ചേ? എന്നാ ചേച്ചിയാ കാണിച്ചേ? ഇവരുടെ എക്സ്പ്രഷൻ കണ്ടിട്ട് ചിരിക്കുകയും കമന്റ് ഇടുകയും അവരെ കുറ്റം പറയുകയൊക്കെ ചെയ്യുന്ന മൊണ്ണകളോട് എനിക്ക് പറയാനുള്ളത്,
ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. രേണുസുതിനോട് എല്ലാവർക്കും ഭയങ്കര ദേഷ്യമുള്ളത് കൊണ്ടും രേണുസുതിയുടെ വളർച്ച കണ്ടിട്ട് ഭയങ്കര അസൂയുള്ളവരും രേണുസുതിയുടെ ഇതുപോലുള്ള വീഡിയോസിൻ്റെ അടി ഇഷ്ടംപോലെ കമൻറ്റ് ചെയ്ത് ആ ഒരു കണ്ടന്റിന് റീച്ച് കൊടുക്കുമെന്ന് ഇതിൻ്റെ ബാക്ക് എൻഡിൽ നിൽക്കുന്നവർക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാണ് അവർ കറക്റ്റായിട്ട് അവരെ തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും തിരിച്ചറിയാണ്ട് നിങ്ങൾ ഇങ്ങനെ കമൻറ്റ് വിട്ട് ലൈക്ക് വിട്ട് തെറിയും പറഞ്ഞ് നിങ്ങളെ വിലപ്പെട്ട സമയം കളയുന്നു എന്നല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. അവർക്ക് കിട്ടേണ്ടവർക്ക് കിട്ടുന്നുണ്ട്. ശരിക്കും വളർത്തിക്കൊണ്ടുവരുന്നത് ഈ നിങ്ങൾ തന്നെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഫ്രണ്ട്സ്, നിങ്ങൾക്കും നൊടിയിടയിൽ ഫോളോ കയറി അക്കൗണ്ട് റീച്ച് ആവണോ ഗൈസ്? പ്രത്യേകിച്ച് വലിയ പാടൊന്നുമില്ല ഗൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചത്തേക്ക് വാ പങ്കരല്ല ഫാഷൻ കണക്കൊന്നും ചെയ്യാനും വേണ്ട ഗൈസ്. എന്റെ പങ്കരം വെളിച്ചത്തേക്ക് വാടാ പങ്കരമേ. എന്തെങ്കിലും ഒരു കസാര ഇടുക, ഇങ്ങനെ വായി തോന്നുന്ന വിളിച്ച് പറയുക. ഡാ വെറുതെ ഒരു കസേര ഇടുക, വായി തോന്നി വിളിച്ചു പറയുന്നത് നീയാടാ. സംഭവം അതിൻ്റെ ഇടയിൽ ഇത്തിരി ശിവമായിടോ കയറ്റി കഴിഞ്ഞാൽ ഇവിടെ ഞാനൊക്കെ എന്തുമാത്രം കഷ്ടപ്പെട്ട ഒരു വീഡിയോ എന്ന് പറയാം. 7 മണിക്കൂറൊക്കെ എഡിറ്റ് ചെയ്ത് ഈ കറണ്ട് പോയിട്ട് തന്നെ അല്ലല്ലേ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാ വന്നത്. അത് അവിടുന്ന് കയറി ക്ലിക്കായത് പിന്നെ പരന്നു പോവാണ് ഗൈസ്. എനിക്ക് വെറുതെ ഇരുന്ന് ക്യാമറ കൊണ്ട് വായിത്താളാൻ പറഞ്ഞാൽ മതി. പക്ഷെ എനിക്കതല്ല അവസ്ഥ. എഡിറ്റ് ചെയ്യണം, എഫക്ട്സ് ആഡ് ചെയ്യണം, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കോപ്പിറൈറ്റ് ക്ലെയിം ഉണ്ടോ എന്ന് ചോദിക്കണം. എന്തെല്ലാം അപരാധങ്ങളാ. അവസാനം കോപ്പിറൈറ്റ് കിട്ടി ക്ലെയിം കിട്ടിക്കഴിഞ്ഞാൽ റവന്യൂ ഇല്ല, ഒരു തേങ്ങയില്ല. അപ്പൊ അടുത്തൊരു വീഡിയോ കാണാമെങ്കിൽ എന്തിന് ശിവമയം പറയും. ഇവിടെ നീ പങ്കരനായിരുന്നല്ലേ ശരിക്കും? എന്നിട്ടാണോ നീ ഇമാതിരി വീഡിയോസ് ഒക്കെ ചെയ്യുന്നേ? കൊള്ളാല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം നമ്മളിവനെ ഇതിൻ്റെ അടിയിൽ വരുന്ന കമൻ്റാണ്, നീ ഇതുപോലത്തെ വീഡിയോസ് ചെയ്യും, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അവൻ ഈ ഉള്ള ഉളത്തരം മൊത്തം കാണിച്ചാണ് വൈറലായത്. അത് കഴിഞ്ഞപ്പോൾ അവൻ്റെ കഴിവ് കാണിച്ചപ്പോഴേക്കാണ് നിങ്ങളൊക്കെ 4 പേര് അറിഞ്ഞത്. എന്തൊരു ഗതികേടല്ലേ. അതായത് ഇപ്പോഴത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഒന്ന് വിജയിക്കണമെന്നുണ്ടെങ്കിൽ കുറേ നാൾ കോമാളിയായി ജീവിക്കേണ്ട ഒരവസ്ഥ. എൻ്റെ കാര്യം പറഞ്ഞതാ. ഇതാണേലും ഇത് പങ്കരമായിട്ടുണ്ട്. കിട്ടു ഒന്നും പറയണ്ട. കമോണ്ട്രാ, എന്താടാ ഇത്? ആര് കണ്ടുപിടിക്കണം എന്ന് ആലോചിക്കണം അല്ലേ? എന്നാണേലും കൊള്ളാം. സ്റ്റിക്കർ അടിച്ചെന്ന് പറഞ്ഞ MVD മാമന്മാർ ഇറങ്ങുമാവോ. അപ്പൊ അടുത്തൊരു വീഡിയോ കാണാമെങ്കിൽ സോ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമുക്ക് നമ്മൾ അവസാനത്തിൽ നെഞ്ചിലേ ഗന്ധമായി പാദസ്വരങ്ങൾ കേട്ടു ഞാൻ വേനൽ മാറിയിൽ ഓരോ ചില്ലകൾ നീളെ വീശിത്തുവരാ അതിലാകെ തേടി താഴ്വരാ. ജെൻ ജാക്സൺ എന്നാണ് അക്കൗണ്ടിൻ്റെ പേര്. നന്നായിട്ട് പാടി ഗിറ്റാറൊക്കെ വെച്ചിട്ട് ഇനി ഇതുപോലെയൊക്കെ പാടാൻ സാധിക്കട്ടെ. കീപ് ഗോയിങ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്ത ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടേണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. സോ ബൈ ഫോർ നൗ.